ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജോലിയില്ല, നമുക്ക് ഇന്ന് സ്കൂളിന് അവധിയാണ്. അവിടെ നമ്മൾ വീട്ടിലുണ്ട്. പിന്നെ ഇതാണ് ഇന്നലെ നമ്മുടെ മോള് വാങ്ങിച്ചത് നൈറ്റി. ഞാൻ തയ്പ്പിച്ച് ഡബിൾ അത് ഞാൻ തയ്ച്ച് ചെറുതാക്കി എടുത്തേക്കുവാണ്. മരുമോൾക്ക് വാങ്ങിച്ച നൈറ്റി അവൾ രാത്രി തന്നെ ഇട്ടു. പിന്നെ രാവിലെ അങ്ങനെ ഒരുവിധം ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുവാണ് ചോറ് കഴിക്കാൻ. ഞാനും എൻ്റെ മരുമോളും ഉള്ളൂ. മോൾക്ക് ഉച്ചവരെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് മോളൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് മോളെത്തും. പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമോ? പാവയ്ക്ക മെഴുക്കുവരട്ടി. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. പിന്നെ ഇന്നലെ കൊച്ചുമോന് ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചുമോന് ഡ്രസ്സൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. കാരണം മോൾക്ക് ഒരു ബെഡ്ഷീറ്റ് വേണം പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോയാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ കുറേ ചടിപ്പോൾ ഞങ്ങൾക്ക് ഒരു നൈറ്റ് കിട്ടി. ആ കൂട്ടത്തിൽ കുഞ്ഞിന് പറഞ്ഞാൽ വാങ്ങിക്കാവുന്നേ ഉള്ളായിരുന്നു. പിന്നെ അത്യാവശ്യം അവന് കഴിഞ്ഞ ദിവസം പോയപ്പോഴും ഞങ്ങൾ വാങ്ങിച്ച ഇരിപ്പുണ്ടായിരുന്നു. അവന് ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. കാരണം അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഡ്രസ്സുകൾ എല്ലാവരും വാങ്ങിച്ചു തരും. അതുകൊണ്ട് അവന് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും പറഞ്ഞാൽ വാങ്ങിക്കാമായിരുന്നു, അത് ശരിയായിരുന്നു. പക്ഷെ പറ്റിയില്ല, വാങ്ങിച്ചില്ല. ഇനിയിപ്പോൾ ഓണം വരുമല്ലേ, അപ്പോൾ ചോദിക്കും ഓണം വരുമല്ലേ നൈറ്റി അന്നേരം വാങ്ങിച്ചാൽ പോരെ ഞാൻ ചോദിക്കും. നൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചത്. പിന്നെ വേറെ എന്താണ്, പിന്നെ പാവയ്ക്കുമ്പോഴേക്കൊരു കോരിട്ട് ഞാൻ ഇനി ബാക്കി പറയാം കേട്ടോ. കുറച്ചായിട്ട് ഞാനിങ്ങനെ വറുത്ത് കോരി എടുത്തുകൊണ്ടിരിക്കുക. എന്തോടി അമ്മായിയമ്മ കുറ്റം പറയുന്നേ? ഞങ്ങളുടെ ക്യാമറാമാൻ ഇവിടെ ഇല്ല. ക്യാമറാമാൻ സ്കൂളിൽ പോകാനൊക്കെ പോയി, പക്ഷേ സ്കൂളിൽ പോയില്ല, പനി അടിച്ചു. അതുകൊണ്ട് അവിടുത്തെ അമ്മൂമ്മ കൊണ്ടുപോയി. പിന്നെ അവർ അച്ഛൻ ഇപ്പം മരുമകളെ വിളിച്ചോണ്ടിരിക്കുകയാണ്, എൻ്റെ മോനെ. എന്തുവാടി? എന്തുവാടാ? ഏതാ ഹെൽപ്പർ? മറ്റേത് ക്യാമറാമാൻ. ക്യാമറാമാൻ സൂപ്പറാണെന്നും സ്മാർട്ടാണെന്നും എൻ്റെ കൊച്ചുമോനെ ഒരച്ഛൻ വിളിച്ച് തിരക്കുക. പാവയ്ക്ക മെഴുക്കുവരട്ടി എനിക്കിങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കുന്ന ഇഷ്ടം. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി വെച്ചിട്ട് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കും. അപ്പോൾ സവാള ഞാൻ വേറെ വറുത്താ കോരി എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കൂട്ടുകാരെ കാണിക്കാൻ മറന്നുപോയി അല്ലേ, ഞാൻ കാണിക്കാം. അതെ, പാവയ്ക്ക മാത്രമായിട്ട് ഞാനിങ്ങനെ വറുത്ത് എണ്ണയ്ക്കകത്ത് കോരി എടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് വറുത്ത് കോരിയതാണ്. പിന്നെ അതെ സവാള, ഇത് ഞാൻ കുറച്ച് വറുത്ത് കോരി എടുത്തു. സവാള സെപ്പറേറ്റ് വറക്കും, പാവയ്ക്ക സെപ്പറേറ്റ് വറക്കും. എന്നിട്ട് ഇത് രണ്ടുപേരും കൂടെ മിക്സ് ആക്കും. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ കുറച്ച് വറുത്തതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പാവയ്ക്ക ഇട്ട് വറുത്തെടുക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ഇട്ട് വറുത്തെടുക്കും, പിന്നെ കുറച്ച് പാവയ്ക്ക ഇട്ട് വറുത്തെടുക്കും, സവാള ഇട്ട് വറുത്തെടുക്കും. അങ്ങനെയാണ് ഇതെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും ഉണ്ട്, നല്ല സൂപ്പറായിട്ടോ. തേങ്ങാക്കൊത്തും കരിയാപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കയ്പ്പ് അറിയത്തേ ഇല്ല കേട്ടോ. ഇപ്പോഴും വലിയ കയ്പ്പൊന്നും ഇല്ല, അത് തന്നെയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാവയ്ക്കൊക്കെ ഒരു ചെറിയ കയ്പ്പ് വേണമല്ലോ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ളൂ. അങ്ങനെ ചോറുണ്ടാക്കും. ഞങ്ങൾ വറുത്ത് കോരിയാണ് കൂട്ടുകാരെ. ഞാനിങ്ങനെയാണ് പാവയ്ക്ക വെക്കുന്നത്. പിന്നെ ചിലപ്പം എളുപ്പത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്നത് അതിൽ വേവിച്ചെടുക്കും. ഇവിടെ ഞാനും എൻ്റെ മൂത്ത മോനും മാത്രമേ കഴിക്കത്തുള്ളൂ. മൂത്ത മോൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ ജോലിക്ക് പോയേക്കുവാണ്. അപ്പോൾ ഇത് വറുത്ത് കോരി വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടുമാരെല്ലാം വന്ന് കോരി കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. സവാള നല്ലപോലെ നമ്മളങ്ങ് ചേർത്താൽ മതി, നല്ലതാണ്. പിന്നെ കോരി എടുത്തിട്ട് കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത പാവയ്ക്കങ്ങൾ വറുത്ത് കോരി. ഇനി നമുക്കൊരു ഇത്രയും സവാളകളുണ്ട്, അതുകൊണ്ടൊന്ന് വറുത്ത് കോരാം. ഇങ്ങനത്തെ ഉടുപ്പ് കൊള്ളാമോ കൂട്ടുകാരെ? കരുത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള.
അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പ് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നൈറ്റി കോളർ കഴുത്തൊക്കെ കോളറുള്ള ഇന്നലെ കണ്ടപ്പം എന്തൊരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചു. കൊള്ളാമെങ്കിൽ കുട്ടികൾ കമൻറ്റ് ഇടുന്നേ. കൊള്ളാവുന്ന നമുക്കിതിലേക്ക് ഒന്ന് ചിക്കൻ ഇളക്കി എന്നിട്ട് ഒരു ഡപ്പയിലാക്കി അങ്ങ് വെക്കാമേ. ഡപ്പയിലൊന്നും വെച്ചിരിക്കാൻ നമുക്കിവിടെ കാണത്തില്ല, എന്നാലും അധികം ഉള്ളത് ഇങ്ങനെ ഒരു ഡപ്പയിലാക്കി വെച്ചാൽ നല്ല ഒത്തിരി അങ്ങോട്ട് തണുക്കാതെ നല്ലതായിട്ടിരുന്നോളൂ. നല്ല ടേസ്റ്റ് ആയിട്ടോ. ഇങ്ങനെ ഒന്ന് കൂട്ടുകാരുണ്ടാക്കി നോക്കണം. അറിയാമായിരിക്കുമല്ലോ എല്ലാ കൂട്ടുകാർക്കും. സവാളകൾ വറുത്ത് കോരി പാവയ്ക്കയും വറുത്ത് കോരി ഇട്ട് തിന്നുന്നു. നല്ല ടേസ്റ്റാണ്. ഞാനൊരു 2 കുഞ്ഞു പാവയ്ക്കയും 3 സവാള എടുത്തു. സവാളയാണ് കൂടുതലും കേട്ടോ. നല്ല ടേസ്റ്റാണ്, മധുരവും കയ്പും കൂടെ നല്ല ടേസ്റ്റ്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇളക്കി ഇതിൽ വെച്ചിട്ട് വറക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വറക്കാനെടുത്ത എണ്ണയില്ലേ അതിലേക്ക് ഒരിത്തിരി ഉപ്പും ഇട്ട് ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വറുത്തെടുത്താലും നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ 2 വയലിനപ്പുറത്തായിട്ട് തോട്ടമാണ്, റബ്ബർ തോട്ടമാണ്. അപ്പോൾ ആ തോട്ടത്തിലൊക്കെ നമ്മൾ ഒത്തിരി വിറവ് പറക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലൊത്തിട്ട് കയറത്തില്ല, നിറച്ച് കാടായിട്ട് കിടക്കുക, പന്നിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിറവ് പറക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് കുളത്തിൻ്റെ അവിടെ പോകുന്നിടത്താണ്. അവിടെ വലത് സൈഡിലെ തോട്ടത്തിലാണ് വിറവ് പറക്കാൻ പോകുന്നത്. ഇത് ഇടത് സൈഡിലെ ഭാഗത്താണ്, നമ്മുടെ വീടിനോട് തന്നെ നേരെ ഭാഗത്ത്. അപ്പോൾ അവിടെ റബ്ബറെല്ലാം മുറിക്കുകയാണ്. ഞാൻ കുറച്ച് സൂം ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഒന്നുകൂടെ അടുത്ത് കണ്ടത്. നേരത്തെ മഴയൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ ആ തോട്ടത്തിലെല്ലാം പോയി വിറവ് പറക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും കൃഷിയും ചെയ്ത തോട്ടമൊന്നും വൃത്തിയാക്കുന്നില്ല, അത് വെട്ടുന്നൊന്നുമില്ല. ഭയങ്കര കാടതിനകത്തിൽ. അപ്പം വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കൂട്ടുകാർ. പിന്നെ വിറവ് പറക്കാനൊന്നും അതിനകത്തില്ലെന്ന് തോന്നുന്നു. പെണ്ണുങ്ങളെ ഒന്നും കണ്ടില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ വിറവിന് കൊടുക്കത്തില്ലയോ എന്നൊന്നും അറിയില്ല. ചുള്ളിൽ ഏലച്ചിലൊക്കെ ഉള്ള ചുള്ളിൽ ആരെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളും പോകണമെന്ന് വിചാരിച്ച് ഞങ്ങളും നോക്കി, നമ്മുടെ അടുത്തല്ലേ എന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ ആരെയും കണ്ടില്ല. അപ്പോൾ എൻ്റെ മരുമകൾ ഈ കെട്ടിത്തൂക്കിയിട്ട് ടയറിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അത് തന്നെയല്ല, ആ ടയർ കെട്ടിത്തൂക്കിയിട്ടുന്ന കയറിൻ്റെ അറ്റത്തിൻ്റെ മുകളിൽ മാവിൻ്റെ ഭാഗത്ത് ഒരു ബ്രാഷും പൊട്ട് നിൽപ്പുണ്ട്. അത് ആ ടയറെ പിടിച്ച് ഉലുത്തിയൊക്കെ നോക്കുക പറിച്ചിടാൻ പറ്റുമോ എന്ന്. അപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് പോരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമ്പ് വെച്ച് അങ്ങോട്ട് എറിഞ്ഞ് പറഞ്ഞ് മടത്തിയിട്ടു. നല്ല മധുരമുള്ള ബ്രാഷും പൊട്ടായിരുന്നേ. പിന്നെ നമ്മുടെ കണ്ണാടിച്ചെടികളൊക്കെ കണ്ട കൂട്ടുകാർ 5-6 സൈസിലെ കണ്ണാടിച്ചെടികളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം അവിടെ ഇവിടെ മാറ്റി മാറ്റി നട്ടേക്കുന്നതുകൊണ്ടേ നമുക്ക് കാണാൻ പറ്റത്ത എല്ലാവരെയും കൂടെ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി വീഡിയോ എടുത്ത് കാണിക്കാം. ഈ സൈഡിലൊക്കെ കുറച്ചേറെ ഉള്ളത്. ആ സൈഡിൽ വെള്ളം വീഴത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഓണം വരുമ്പോൾ അത്തം ഇടാൻ പൂക്കളില്ല, കുറച്ച് അല്ലേലും ഓണം വരുമ്പോൾ നമ്മുടെ ഇവിടെ പൂക്കൾ കാണത്തില്ല. അതിൻ്റെ ഒറ്റ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അവനെടുത്ത് തോട്ടിക്കളഞ്ഞു. കണ്ണാടിച്ചെടിയുടെ വേറൊരു മോഡൽ. സീനിയ കാറ്റടിച്ചിട്ട് അന്ന് നമ്മൾ കട്ട് ചെയ്ത് വിട്ടിരുന്നില്ല, അതിപ്പോൾ ഇത്രയായിട്ട് പിന്നെ കിളിച്ചേ. കാക്കപ്പൂവിൻ്റെ വേറൊരു മോഡൽ കണ്ടോ, പിങ്ക് കളറിനകത്ത്. ആ പാലച്ചെടിയുടെ കമ്പ് വെട്ടി കൊണ്ടുവന്നതാണ്, ആ കൊണ്ടുവന്ന് നട്ടതാണ്. അത് ഒടിച്ച 2 കമ്പും കിളിച്ച് വരുന്നില്ല. അത് കിളിച്ചു, പൂവായിരുന്നു. 3 കമ്പ് വെട്ടിയായിരുന്നേ. 3 കമ്പ് വെട്ടിയതിനകത്തിൽ അതുകൊണ്ട് അവിടെ ഒരെണ്ണം കിളിച്ചു. അങ്ങ് അറ്റത്ത് നട്ടത്, ഇതിനിടയ്ക്ക് നട്ടത് ഉണങ്ങിപ്പോയി. അതിനകത്ത് പൊടിച്ച് വരുന്നുണ്ട്, അത് മാറ്റി നടണം. തേങ്ങ നോക്കി പോവാ കൂട്ടുകാരെ, കണ്ടോ കൊച്ച ഇറങ്ങി ഇങ്ങോട്ട്. കാടാ അതിനകത്തിലൊക്കെ. അതെല്ലാം ഒന്ന് വെട്ടി തെളിക്കണം, അല്ലെങ്കിൽ ഇത് വളർന്നു കഴിഞ്ഞാൽ പാലത്തെ കൂടെ വരുന്നവരെ കാണത്തില്ല നമുക്കിങ്ങോട്ട് പെരയിലിരുന്ന. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് വളർന്നു വരുന്നതെന്ന് ഒതുക്കി കളഞ്ഞാലേ നമുക്ക് കാണാം. മടിയാ വന്ന് എനിക്കിപ്പോൾ അങ്ങ് മടിയാ.
ഓ നമ്മുടെ കുളത്തിൻ്റെ അവിടെ കാറ് കൊണ്ടിട്ടേക്ക് കണ്ടോ ആരുടെയോ കാറ്. പുല്ലൊക്കെ വളർന്നു ഇരിക്കും അവിടെ വരെ വണ്ടി വരും. ഓടെ പോകുന്ന തേങ്ങ നോക്കി. തൊണ്ട അടച്ചേക്കോ കൂട്ടുകാരെ. പിന്നെ അങ്ങ് എൻ്റെ വായ ഞാൻ അലച്ച് കിടക്കുന്നുണ്ട് അങ്ങനെയായിരിക്കും. ഏട്ടൻ വന്ന് ജോലി കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോൾ ജംഗ്ഷനിലോട്ട് പോയി മീൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ്റെ വണ്ടി പിന്നെ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് ഏട്ടൻ്റെ വണ്ടിയുടെ പണിക്ക് ഓമല്ലൂർ കൊടുത്തു വർക്ക്ഷോപ്പിൽ. പിന്നെ ഇവിടെ വന്ന് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചക്കയ്ക്ക് മോതിരം എടുക്കാൻ രാവിലെ ഞാനും പൊന്നും കൂടെ പോയേ. അന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അത് പണക്കാർക്കൊക്കെ നല്ലതായിരിക്കും, നമ്മളെപ്പോലുള്ളവർക്കൊക്കെ. പിന്നെ സ്വർണത്തിൻ്റെ വില എല്ലായിടത്തും ഒരുപോലൊക്കെ ആയിരിക്കും. എന്നാലും ഈ പണിക്കൂലിയൊക്കെ ഒരു ഇത് പരിപാടി ഓരോരുത്തർക്ക്. പിന്നെ വലിയ കടകളിലൊക്കെ ആകുമ്പോൾ അവരൊക്കെ ജോലിക്കാളെ നിർത്തിയതിൻ്റെ അതിൻ്റെ ഒക്കെ പറഞ്ഞ് വാങ്ങിക്കും. ൂരിലല്ല ഇവതാനെ കൂറി അലച്ച. എനിക്കൊരു മോതിരം എടുക്കണം ഓണത്തിനൊക്കെ നടക്കത്തില്ല. ഓണം കഴിഞ്ഞാലേ പറ്റൂ. ഓണത്തിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. നമ്മുടെ ഏട്ടൻ മീൻ മേടിക്കാൻ പോയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്ത് മീനാണെന്ന് നോക്കട്ടെ. ഇത് മോതയാണ് കൂട്ടുകാരെ കേട്ടോ. മോത മീൻ. ഇത് കവറിനകത്ത് കുരുങ്ങി കിടക്കുന്നേ. കറി വെക്കട്ടെ. ഇനി ഇത് വെട്ടിക്കഴി വൃത്തിയാക്കട്ടെ കൂട്ടുകാരെ. എന്നിട്ട് നമ്മൾ ചോറ് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. നമ്മളിതിലോട്ടിപ്പം വെള്ളരിക്ക കറി വെക്കാൻ വെക്കും. പിന്നെ മീൻകറിക്ക് അരപ്പെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങാനായിട്ട് എല്ലാം പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ വെള്ളരിക്കായും പച്ചമുളകും കൂടി ഇട്ടാണ് തേങ്ങ അരച്ച് കറി വെക്കാൻ. പിന്നെ ഒരു 2-3 വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അതും കൂടെ അങ്ങ് മെഴുക്കുവരട്ടി വെച്ച് വെക്കുന്നു. അപ്പോൾ ഏട്ടനെ രാവിലെ ചോറ് കൊണ്ടുപോകാനും ആവുമല്ലോ. പിന്നെ അങ്ങനെ അങ്ങ് അത് അരിഞ്ഞ് വെച്ചു. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി ഒന്ന് കടുക് വറുത്തൊഴിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിളിച്ചിട്ടാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ മീൻ കറി വെക്കുക. പിന്നെ ചോറ് അടുപ്പത്ത് ഇരിക്കുന്നു. പിന്നെ അമ്മമ്മ എൻ്റെ ഇരിക്കുന്നു. അമ്മ എൻ്റെ അപ്പത്ത് ഇരിക്കുന്നു. പിന്നെ ചോറ് എൻ്റെ കപ്പ അടുപ്പത്ത് ഇരിക്കുന്നു. അമ്മമ്മയും അമ്മ ഇരിക്കുന്നു. എന്തുകൊണ്ട് വിളിച്ചേട്ടാ? വിശേഷമൊന്നുമില്ല കൂട്ടുകാരെ. ഞങ്ങളിവിടെ ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇച്ചിരി നേരം ക്ഷീണിച്ച് തേയിലവെള്ളം കുടിക്കാന്ന് വെച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. തേയിലവെള്ളം ഞാൻ കുടിച്ചിട്ട് ഇവിടെ കപ്പ ഇട്ട് വെച്ചു. നിങ്ങളുടെ അമ്മ എനിക്ക് തേയിലവെള്ളം ഒന്നും തരത്തില്ല. അമ്മയോട് ചോദിച്ചു എന്താ അമ്മമ്മയ്ക്ക് കൊടുക്കാത്തത്. എന്തോ വിശേഷം? വിശേഷമില്ല. ചോദിച്ചമ്മ എന്തോ ചോദിച്ചു. എന്താ ചോദിക്കാനോ? എന്താ ചോദിക്കണേ?
വിശേഷം കുഞ്ഞ് വന്നില്ലേ? തപ്പുവാനായിട്ടിരിക്കുന്നു. ഒരു തപ്പുവാനെ കണ്ടോ? ഉറങ്ങുവാ. ഉറങ്ങുവാ. അവൻ അവിടെ എവിടെ പോയി കടി കൊണ്ടേച്ച് വന്നിരുന്ന് ഉറങ്ങുന്നതാ. കറിയൊക്കെ വന്നിരിക്കുന്നു. നമ്മുടെ കറിയൊക്കെ വെന്തു. വെള്ളരിക്ക കറി ചൂടാ. അമ്മൂമ്മ കാണിക്ക. ഫോൺ ഇങ്ങോട്ട് പിടിയടേ. വെള്ളരിക്ക കറി മതി. മുളകുണ്ടോ? ആ മുളകുണ്ട് കടുവറുത്തതിനകത്ത്. ഇനി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കണം. വേണ്ട എന്ത് കണ്ടോ? വെണ്ടത്ത കറി വെക്കുക കേട്ടാ. എന്തേ മതി മതി. ഉണ്ട് പച്ചമുളക്. എനിക്ക് പനിയാണ് പറയാ. എനിക്ക് പനിയാ കേട്ടോ. ഉണ്ട് അമ്മൂമ്മ ഇരിക്കുന്നു. ആശുപത്രി പോയായിരുന്നു. ആശുപത്രി ഞങ്ങൾ പോയിട്ട് മരുന്ന് തന്നു. കുഞ്ഞിന് പനിയാ കൂട്ടുകാരെ. പിന്നെ രാവിലെ ആണ്ട കൈ മാറ്റിക്ക്. അവരുടെ അപ്പൂപ്പൻ വന്ന് കൊണ്ടുപോയി. അമ്മുമ്മയും കൊച്ചുമോനും കൂടെ പിന്നെ ആശുപത്രിയിൽ പോയി. അവിടുത്തെ അമ്മുമ്മ. അങ്ങനെ ഇവർ രണ്ടുകൂടെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വൈകിട്ടാ വന്നേ. സ്കൂളിൽ പോയില്ല ഇന്ന്. പിന്നെ നമ്മുടെ ചക്കിമോക്കും ഇതെന്തോ ഫോൺ വെട്ടമില്ലേ. നമ്മുടെ ചക്കിമോക്കും പനിയാണ് കൂട്ടുകാരെ. 2-3 ദിവസം കൊണ്ടേ പനിയാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി വരികയും ചെയ്യുന്നെന്ന് കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു. വലുതായിട്ടില്ല, എന്നാലും ചെറിയൊരു മൂക്കടപ്പും ഒക്കെ. അല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഇഞ്ചേട്ടന് പണിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇഞ്ചേട്ടൻ അങ്ങോട്ട് പോയി കൊണ്ടിരുന്നായിരുന്നു അമ്മയും കുഞ്ഞിനെയും കൂടെ. മോൻ രാവിലെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവർ 7 മണിക്കും 7:30ക്കും പണിക്കിറങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും കുഞ്ഞിനെയും കൊണ്ട് വരവും നടക്കത്തില്ല. അപ്പോൾ ഇഞ്ചേട്ടൻ പണിയില്ലാന്നുകൊണ്ട് ഇഞ്ചേട്ടൻ പോയി കൊണ്ടുവരാന്ന് വെച്ചപ്പോൾ കുഞ്ഞിന് പനിയായതുകൊണ്ട് നമ്മൾ കാറ്റത്തൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ നേരിച്ച് മടിച്ച്. അപ്പോൾ ഞായറാഴ്ച ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചക്കിമോളൊക്കെ. പിന്നെ ഇന്ന് നമുക്ക് വീഡിയോ കോളിൽ ചക്കിമോളെ വിളിച്ച് അവർ അമ്മ കാണിച്ചു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ. അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്കിന്ന്. ഞായറാഴ്ച ഞങ്ങൾ നാളെയും മറ്റന്നാളും 2 ദിവസം ഒന്ന് പടേന്നൊന്ന് നീങ്ങിയാൽ മതി. അപ്പം മഴയാണെങ്കിലും മഴ ഒന്ന് തോരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് വരാമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീ കണ്ടില്ലല്ലോ ചക്കിമോളെ വീഡിയോ വിളിച്ചപ്പോൾ. അവൾ ചോദിച്ചു എൻ്റെ വല്യണ്ണൻ എന്ത് ചെയ്യുമെന്ന്. ഞങ്ങൾ പറഞ്ഞു വല്യണ്ണൻ എവിടെ ഇല്ല, വല്യണ്ണന് പനിയായിട്ട് ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ചക്കി ചോദിച്ചപ്പോൾ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു. അതിനുശേഷം മീൻകറി വാങ്ങി വെച്ചു. പിന്നെ നമ്മുടെ കപ്പപ്പുഴുക്കും വെന്തു. ഇപ്പം ഏട്ടന് കഴിക്കാൻ കൊടുക്കണം. മീൻകറിയും കപ്പയെടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചു. പിന്നെ നമ്മുടെ കറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കപ്പ ഇടയ്ക്കിടയ്ക്ക് വേവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേവുന്നില്ല. അങ്ങനെ നമ്മുടെ ഏട്ടന് കഴിക്കാനെ കൊണ്ട് കപ്പയും മീൻകറിയും കൊടുത്തു. അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കൂട്ടുകാരെ, കാരണം ഇച്ചിരി എരിവുള്ള മുളക് പൊടിയായിരുന്നേ. പിന്നെ ഇച്ചിരി ചാറും വെച്ചു, ഒത്തിരി വറ്റിച്ചില്ല. കപ്പയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ചാറിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചാറ് വിളമ്പിയത് കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞ് പിന്നെ താനെ ചാറ് കോരി എടുക്കുകയാണ് കൂട്ടുകാരെ. പിന്നെ തേങ്ങ അരച്ച് വെള്ളരിക്ക കറി ഉണ്ടായിരുന്ന കറി എടുത്ത്. തേങ്ങ അരച്ച കറികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഒത്തിരി എരിവുള്ള കറികളൊന്നും ഏട്ടൻ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കറിയും കൂടെ എടുത്താണ് തിന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഇച്ചിരി ചോറ് കഴിച്ചത്. ഞാൻ അത് ഈ കപ്പയുടെയൊക്കെ കൂട്ടത്തിൽ ഇച്ചിരി അച്ചാറും ഇച്ചിരി പാവയ്ക്ക മെഴുക്കുട്ടി കൊടുത്തു. പാവയ്ക്ക മെഴുക്കുട്ടി ഒന്നും അങ്ങനെ ഇഷ്ടമല്ല, ഇച്ചിരി കൊടുത്തു. പിന്നെ നമുക്ക് അത്താഴം കഴിക്കാൻ കൂട്ടുകാരെ ചോറ്, വെള്ളരിക്ക കറി, കപ്പ പുഴുങ്ങിയത്, മീൻകറി, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പാവയ്ക്ക മെഴുക്ക് വരട്ടി. വെണ്ടയ്ക്ക എനിക്ക് ഒത്തിരി മൂത്ത് വരുന്നത് ഇഷ്ടമല്ല, ഇങ്ങനെയാകുന്നത് ഇഷ്ടം. അപ്പം നമുക്ക് അത്താഴം കഴിച്ചാലോ. എൻ്റെ ഏട്ടൻ കഴിച്ചു കഴിഞ്ഞു. അച്ചാർ എടുത്തില്ല, എൻ്റെ ഏട്ടൻ അച്ചാർ എടുത്തുള്ളൂ. ഞാൻ ഈ അച്ചാർ കൊണ്ട് എടുക്കട്ടെ കൂട്ടുകാരെ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ. എന്താ വിറ്റേറ്റ് എല്ലാം ചുവനെ അവരെല്ലാം മലയുണ്ട് ഇവര് മഴയില്ല നാട്ടില് അവനുണ്ട്. ബായ് കൂട്ടുകാരെ, നാളെ കാണാം. ടാറ്റാ.